ഒരു ചൊവ്വാഴ്ച ദിവസം കൂടി നമുക്ക് കർത്താവ് ദാനമായി നൽകിയിരിക്കുന്നു. ഇന്നത്തെ ഈ വേദപുസ്തക ധ്യാനം നമുക്കെല്ലാവർക്കും ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ, ഇത് കേൾക്കുന്ന എല്ലാ മക്കൾക്കും വലിയ ദൈവാനുഭവം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേക്ഷിത വേല ചെയ്യുവാൻ ധൈര്യം ലഭിക്കുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും വേണ്ടി നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ തൻ്റെ സ്നേഹം നമ്മളെ അറിയിച്ചതുപോലെ ക്രിസ്തു യേശുവിലൂടെ ലോകമുള്ള എല്ലാവരെയും സ്നേഹത്തിലൂടെ കാണുവാൻ, സ്നേഹത്തിലൂടെ നോക്കുവാൻ, സ്നേഹത്തിലൂടെ ബന്ധങ്ങളെ അനുഭവിക്കുവാൻ, ബന്ധങ്ങളെ സ്ഥാപിക്കുവാൻ നമുക്ക് സമർപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ഇപ്രകാരം അരുളി ചെയ്തു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. യേശുവേ, അങ്ങയോട് ചേർന്ന് ഈ വേല ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, അങ്ങ് തന്നെ ഞങ്ങളിലൂടെ ഈ ശുശ്രൂഷകൾ നിർവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലെ ഉപകരണമായി തീരുവാൻ, ആ ഒരു ചിന്തയിൽ മാത്രം നിൽക്കുവാൻ ഇടയാകണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, എല്ലാ മാനവും മഹത്വവും അങ്ങേക്കുള്ളതാകുന്നു. അവിടുത്തെ പരിശുദ്ധ പരമതൃത്വമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നാമം വാഴ്ത്തപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ. ഒത്തിരി ആളുകൾക്ക് ഈ വചന ശുശ്രൂഷ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം ആളുകൾ ശുശ്രൂഷയിൽ ഓൺലൈനായിട്ടൊക്കെ കേൾക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവം ദരിദ്രരുടെ പക്ഷത്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഇന്ത്യ മുഴുവനുമുള്ള യാചകരായ ആളുകളെ കണ്ടെത്തി അവരെ വിവിധ പുനരധിവാസ ഭവനങ്ങളിൽ താമസിപ്പിക്കുക, ഇതൊക്കെ നമ്മുടെ പ്രത്യേക ലക്ഷ്യമാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ മേഖലയിൽ ധാരാളം പ്രേക്ഷിതരെ കണ്ടെത്തുവാനും നമുക്ക് തന്നെ കൂടുതൽ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രവർത്തിക്കാനുമൊക്കെയാണല്ലോ നമ്മൾ ഈ ഇവിടെ കൂട്ടായ്മ നമ്മൾ നടത്തുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായി ഒന്ന് രണ്ട് തിരുവചനങ്ങൾ നമ്മൾ വായിക്കുവാനായിട്ടും ധ്യാനിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത് ഇയ്യോബിൻ്റെ പുസ്തകം 31 അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളാണ്. ജോബിൻ്റെ പുസ്തകം 31 അധ്യായം 16 മുതൽ തിരുവചനങ്ങൾ. ഇങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. ദരിദ്രന് ആഗ്രഹമുള്ളത് ഞാൻ വിരോധിച്ചിട്ടുണ്ടെങ്കിൽ, വിധവയുടെ കണ്ണുകളെ ഞാൻ അന്ധകാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അനാഥർക്ക് ഒന്നും കൊടുക്കാതെ എൻ്റെ ഭക്ഷണം ഞാൻ സ്വയം ഭക്ഷിച്ചെങ്കിൽ, എൻ്റെ മാതാവിൻ്റെ ഉദരം മുതൽ നെടുവീർപ്പുകളും എൻ്റെ ചെറുപ്പം മുതൽ വേദനകളും എന്നെ വളർത്തി, ആവശ്യത്തിന് വസ്ത്രമില്ലാതെ ധരിപ്പാൻ ഒന്നുമില്ലാതെ ഒരു പാവപ്പെട്ടവൻ അലഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടിട്ട്, എൻ്റെ കമ്പിളി കൊണ്ട് അവന് ഞാൻ ചൂടകിയതിൻ്റെ പേരിൽ അവൻ എന്നെ അനുഗ്രഹിക്കാതിരുന്നുവെങ്കിൽ, വാതിൽക്കൽ എനിക്ക് സഹായികളുണ്ട് എന്ന് കണ്ടിട്ട് നിരപരാധിയെ അടിക്കുവാൻ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൈ എൻ്റെ തോളിൽ നിന്നും എൻ്റെ മുഴങ്കൈ എൻ്റെ കൈമുട്ടിൽ നിന്നും വീണുപോയിക്കൊള്ളട്ടെ. ദൈവത്തെയുള്ള ഭയം എൻ്റെ മേലുണ്ട്. ഇതാണ് 16 വാക്യം മുതൽ 22 വാക്യം വരെയുള്ളത്. ദരിദ്രൻ ആഗ്രഹിക്കുന്നത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, വിധവയുടെ കണ്ണുകളെ അന്ധകാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അനാഥർക്കൊന്നും കൊടുക്കാതെ എൻ്റെ ഭക്ഷണം ഞാൻ സ്വയം ഭക്ഷിച്ചെങ്കിൽ,
ഇങ്ങനെ പാവപ്പെട്ടവനെ കരുതാതെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുണ്ടെങ്കിൽ യോബ് പറയാണ്, എൻ്റെ കൈ തോളിൽ നിന്നും എൻ്റെ മുഴങ്കൈ എൻ്റെ കൈമുട്ടിൽ നിന്നും വീണു പോയിക്കൊള്ളട്ടെ, എനിക്ക് കൈ വേണ്ട എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്? ദാനധർമ്മത്തിനായി നിൻ്റെ കരം നീട്ടുക, ദാനധർമ്മത്തിനായി നിൻ്റെ കരം നീട്ടുക എന്ന് വേദപുസ്തകം പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ഈ തോബിതിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചിരുന്നു. തോബിതിൻ്റെ പുസ്തകം, അതിൽ നമ്മൾ അതിൻ്റെ 4-ാം അധ്യായമൊക്കെ നമ്മൾ ധ്യാനിച്ചു പോയി. 4-ാം അധ്യായത്തിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടതാണ്, ഒറ്റ അനാഥനിൽ നിന്ന് പോലും നിൻ്റെ മുഖം തിരിക്കരുത്, അപ്പോൾ ദൈവവും നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ദൈവം നമ്മളോട് പ്രസാദിക്കണമെങ്കിൽ, ദൈവം നമ്മളോട് കൂടെ ആകണമെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ദാരിദ്ര്യത്തിലകപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറയും. അതിന് കാരണം പറയുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടി വായിച്ചു പോകാം. 18:10, ശുദ്ധമുള്ള മത്തായി 18:10. ഈ ചെറിയവരിൽ ആരെയും നിങ്ങൾ നിസ്സാരമായി വിചാരിക്കാതിരിപ്പാൻ കരുതിക്കൊള്ളണം. എന്തെന്നാൽ സ്വർഗത്തിൽ അവരുടെ മാലാഖമാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ നശിച്ചു പോയതിനെ ജീവിപ്പിക്കാൻ അത്രേ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുകളുണ്ടായിരിക്കെ അവയിൽ ഒന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ പോയി ആ കാണാതെ പോയതിനെ അന്വേഷിക്കുന്നില്ലയോ? അതിനെ കണ്ടുകിട്ടിയാലോ തെറ്റിപ്പോകാത്ത 99 പറ്റി എന്നതിലധികം അതിനെക്കുറിച്ച് അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ ഇഷ്ടമല്ല. ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ 99 വിട്ടിട്ട് ആ കാണാതെ പോയതിനെ തേടുന്നുവെന്ന് പറയും. അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് ഈ കാണാതെ പോയതിനെ. നമ്മൾ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കാറില്ലേ? 34-ാം അധ്യായത്തിലല്ലേ എന്താ നമ്മൾ വായിച്ചിട്ടുള്ളത്? നമ്മൾ പ്രാർത്ഥനയിൽ വായിക്കുന്നതാണ്, നിങ്ങൾ ആടുകളെ മേയ്ക്കുന്നില്ല, എൻ്റെ ആടുകൾ വഴിതെറ്റിപ്പോയി അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? എസെക്കിയേൽ പ്രവചനത്തിൽ അത് ഉയർന്ന മലകളിലും കുന്നുകളിലും ഒക്കെ അലഞ്ഞു നടന്നു, അവരെ തിരയുവാനോ അന്വേഷിക്കുവാനോ ആരുമുണ്ടായില്ല. എന്നാൽ ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും അല്ലേ? അങ്ങനെയൊക്കെ കർത്താവ് പറയുകയാണ്. എന്താ പറയുന്നത്? കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും, 34-16 വാക്യം, ഞാൻ കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിന് മുറിവ് കെട്ടുകയും രോഗം ബാധിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. കൊടുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ നശിപ്പിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ ഈ എസെക്കിയേൽ പ്രവചനം 34-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആടുകളെ മേയ്ക്കുന്നേയില്ല എന്ന് പറഞ്ഞാൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഒരു പണിയും ചെയ്യുന്നില്ല. നിങ്ങൾ ആടുകളെ മേയ്ക്കുന്നേയില്ല. ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ രോഗബാധിതമായതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിൻ്റെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരികെ വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കാഠിന്യത്തോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിക്കുകയാവുന്നു. കാഠിന്യത്തോടും ക്രൂരതയോടും കൂടി അവരെ ഭരിക്കുകയാവുന്നു. ഒരിക്കലും ഒരമ്മച്ചി പറഞ്ഞു, ഞാൻ എൻ്റെ വീട് വിട്ടു പോന്നിട്ട് വളരെ വർഷങ്ങളായി, എൻ്റെ ആളുകൾ, എൻ്റെ ബന്ധക്കാർ, സ്വന്തക്കാരൊക്കെ അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. പക്ഷെ അമ്മച്ചി അന്നത്തെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ പോകുന്നു. അമ്മച്ചിയുടെ അറിവില്ലായ്മ കൊണ്ടാണോ 3 കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്.
അവസാനം അനാഥയായി നമ്മുടെ സ്ഥാപനത്തിൽ വന്നു. അപ്പോൾ അമ്മച്ചി അനാഥമായി നമ്മുടെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ആദ്യമൊക്കെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. പിന്നെ പതിയെ പതിയെ അമ്മച്ചി രോഗ അവസ്ഥയിലായി. ഒരു കിടപ്പിലാകുന്ന മട്ടിലേക്ക് അമ്മച്ചി വന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറയുകയാണ്, ഞാൻ ഒരു യാക്കോബായ സഭ അംഗമായിരുന്നു, ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ പള്ളിയിൽ പോകുമായിരുന്നു, അടുത്ത നാളിലും പോയിട്ടുണ്ട് എന്നൊക്കെ അമ്മച്ചി പറയുകയാണ്. എന്നെ യാക്കോബായ സഭയുടെ ക്രമമനുസരിച്ച് ശുശ്രൂഷകളനുസരിച്ച് എനിക്ക് അടക്കം ചെയ്യണമെന്നൊക്കെ, മരിച്ചു കഴിഞ്ഞാൽ സെമിത്തേരിൽ അടക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ആ അമ്മച്ചിയുടെ ആഗ്രഹം കേട്ടിട്ട് അതുവഴി അന്വേഷിച്ചപ്പോൾ ആ അമ്മച്ചി ആളുകളെല്ലാം സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകളാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. മാത്രമല്ല ഈ അമ്മച്ചിയുടെ അഡ്രസ്സോ മറ്റൊന്നും പള്ളിയുടെ രജിസ്റ്ററിലൊന്നും ഇല്ല. ഇനി അങ്ങനെയൊരു അമ്മച്ചിയുടെ ആഗ്രഹം പറഞ്ഞ് നമ്മൾ ആ ഇടവകയിലേക്കൊക്കെ ചെന്നാൽ ഒരു പക്ഷേ അത് നിലവിൽ അവിടെയുള്ള ഈ അമ്മച്ചിയുടെ സ്വന്തക്കാർക്ക് അത് നാണക്കേടാകാം, അവർ പ്രശ്നമുണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളൊരു ഒരാലോചനയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ അമ്മച്ചിയുടെ ആഗ്രഹം പോലെ നമുക്ക് ഏതെങ്കിലും ഒരു പള്ളിയുടെ സെമിത്തേരിൽ അടക്കാമെന്നുള്ള സംവിധാനം നോക്കാമെന്ന് പിന്നീട് നമുക്കതിൽ നിന്ന് അറിവ് കിട്ടുക. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്, നിങ്ങൾ ആടുകളെ മേയ്ക്കുന്നേയില്ല, കാണാതെ പോയതിനെ കണ്ടെത്തുകയോ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ രോഗബാധിതമായതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിൻ്റെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരികെ വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കാഠിന്യത്തോടും ക്രൂരതയോടും കൂടി അവരെ ഭരിക്കുകയാവുന്നു. ഉണ്ടോ? ആ വാക്കുകൾ ഒന്നും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ. ഇവിടെ വെറുതെ ഒരു പ്രവാചകനോട് ദൈവം പറയുന്നത് കുറേ ആടും ആട്ടിടയനും അല്ല, മനുഷ്യരെ ദൈവം ഏൽപ്പിക്കാൻ, നന്നായിട്ട് കൊണ്ടു നടക്കാൻ, ദൈവ ഇഷ്ടപ്രകാരം കൊണ്ടു നടക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നേതാക്കന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അച്ഛന്മാർ, സുവിശേഷകർ, അങ്ങനെ ഉള്ള ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. അവരെക്കുറിച്ചാണ് ഇങ്ങനെ ഈ പ്രവാചകനിലൂടെ ദൈവം കുറവ് പറയുകയാണ്. നിങ്ങളിതൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ അമ്മച്ചി ഇത്ര വർഷം ഇങ്ങനെ നാടും വീടൊക്കെ വിട്ടുപോയിട്ട് ആരും തിരഞ്ഞില്ല, ആരും അന്വേഷിച്ചില്ല. പണം കൊണ്ടുവരാൻ പോയതോ ഗൾഫിൽ പോയതൊക്കെ ആണെങ്കിൽ എത്രയോ ആളുകൾ അന്വേഷിക്കും, എന്തെല്ലാം സംസാരങ്ങളുണ്ടാകും. അപ്പോൾ ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അമ്മച്ചി ഒരു ബലഹീന പാത്രമാണ്. ബലഹീന പാത്രം എന്ന് പറഞ്ഞാൽ അമ്മച്ചി എന്തിൻ്റെ പേരിൽ ആണ് ഒറ്റപ്പെട്ടു പോയതിലോ അത് ബലഹീനമാണ്. ചില ആളുകൾ ഈ 2-3 കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോൾ സെക്സിൻ്റെ ഭാഗമായിട്ടും സംഭവിക്കാം. അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിച്ചു, അത് ഗുണപ്പെട്ടില്ല, അയാൾ ഇട്ടിട്ട് പോയി. എപ്പോഴും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തൊരു ബലഹീനമാണല്ലോ, അവർ എപ്പോഴും ചിന്തിക്കും ഒരു ആൺതുണ വേണമെന്ന്. അപ്പോൾ വീണ്ടും ഒരു കല്യാണം കഴിച്ചു, അതും കഷ്ടപ്പാടിലായി, ബുദ്ധിമുട്ടിലായി, 3ാമത് ഒരെണ്ണം കഴിച്ചു. അപ്പോൾ ഈ 3 കല്യാണം കഴിക്കുമ്പോഴത്തേക്കും ഇവരുടെ സ്വന്തക്കാർക്ക് എന്തായി മാറും? ദേഷ്യമായി ഇതിനൊരു വ്യഭിചാര കഥാപാത്രമായിട്ട്. പക്ഷെ ഇതിൻ്റെ ബലഹീനത എന്താണെന്ന് കർത്താവ് പറയുന്നത്, നിങ്ങൾ ആ ബലഹീനമായതിനെ എന്ത് ചെയ്തില്ല? ശക്തീകരിച്ചില്ല. എന്താണ് അതിൻ്റെ ബലഹീന വശം? ആ ബലഹീന വശത്തെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഇടയിലാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കളാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ചുമ്മാ പുകഞ്ഞ കൊള്ളി പുറത്തൊന്നും പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പറ്റും. പക്ഷേ അതിന് എന്താണ് അതിന് സംഭവിച്ചത്? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു അമ്മ, നമ്മുടെ ഒരു അപ്പൻ വീട്ടിലൊക്കെ പലപ്പോഴും ദേഷ്യമാണ്, വഴക്കാണ്, തള്ളിക്കളയാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു വശമുണ്ട്. എന്താണ്? അവരങ്ങനെ പെരുമാറാനുള്ള ഒരു ബലഹീന വശം
അവർക്കുണ്ട്. ആ ബലഹീന വശത്ത് നിങ്ങൾ ശക്തീകരിക്കുമ്പോഴാണ് നല്ല ഇടയന്മാരാകുന്നത്. നല്ല ഇടയന്മാരാകണം. അത് നല്ല ഇടയത്വം എന്ന് പറഞ്ഞാൽ ആർക്കും ആകാം. ഇപ്പോൾ പരിശുദ്ധ കന്യകമറിയം നല്ലൊരു ഇടയത്തിയാണ് അല്ലേ? ദൈവത്തിൻ്റെ ദൂതൻ വന്ന് വിളിക്കുമ്പോൾ സമർപ്പിക്കുന്നു. അതാണല്ലോ ഇടയൻ എന്ന് പറയും. എൻ്റെ ആടുകളെ മേയ്ക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മേയ്ച്ചോളാം, എൻ്റെ ആടുകളെ ഞാൻ രക്ഷിക്കാനുള്ള എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊള്ളാം എന്ന് ആര് പറയാണ്? മറിയം പറയാണ്. അങ്ങനെ ഓരോരുത്തരും സുവിശേഷകരായിട്ടുള്ള അല്ലെങ്കിൽ പൗലോസ്ലീഹായെ കർത്താവ് വിളിക്കുകയാണ്. നീ ആരാണ് കർത്താവേ? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ശരി, ഓക്കെ, ഞാൻ നിൻ്റെ വേല ചെയ്തോളാം. പത്രോസ് യോഹന്നാൻ അവർക്ക് മീൻ പിടിച്ചുകൊണ്ടിരിക്കണം, എന്നാ വാ, അതേ വള്ളം വലുപേക്ഷിച്ച് പോരുന്നു. അപ്പോൾ ആ ഒരു എഗ്രി ആണ്, ആ ഒരു സമ്മതം, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തോളാം. ഇവരെയാണ് ഇടയന്മാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഇടയൻ എന്താണ്? മുകളിൽ വായിക്കുന്നത് പോലെ ഇസ്രായേലിൻ്റെ ഇടയന്മാർക്ക് കഷ്ടം. നിങ്ങൾ ആടുകളെ അല്ലയോ മേയ്ക്കേണ്ടത്? നിങ്ങൾ ആടുകളെ അല്ലയോ മേയ്ക്കേണ്ടത്? എന്നാൽ നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമ വസ്ത്രം ധരിക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ആടുകൾ നിങ്ങൾ മേയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആഡംബര സന്തോഷ സമാധാന ജീവിതം നയിക്കാൻ എപ്പോഴും സമൂഹത്തിൽ സമൃദ്ധിയുള്ളവരുടെ കൂട്ടുകൂടുന്നു അതിൻ്റെ അർത്ഥം കേട്ടോ. അല്ലാതെ ആടിനെ മാത്രം എഴുത്തതിനൊക്കെ തിന്നു തീർക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ല. അലഞ്ഞു നടക്കുന്നവനെ, ഉപേക്ഷിക്കപ്പെട്ടതിനെ, വെറുക്കപ്പെട്ടതിനെ ഒന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. പിന്നെയോ ആട്ടുരോമ വസ്ത്രം ധരിക്കുകയും തടിച്ചിരിക്കുന്നവയെ അറക്കുന്നു. തടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സുവിശേഷകരാണെങ്കിൽ എന്താ ചെയ്യണേ? അത്യാവശ്യം ദശാംശം കിട്ടുക, അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരെയൊക്കെ പ്രത്യേകം തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥന, അവർക്ക് വേണ്ടി ഒരു കൗൺസിലിങ്, അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ആ ഒരു രീതി നമുക്ക് എപ്പോഴും കാണാം. ഞാനും അങ്ങനെ നിങ്ങൾ കൂട്ടിക്കോ. പക്ഷെ ഇവിടെ കാണാതെ പോയതിനെ അന്വേഷിക്കുന്നില്ല. അത് വർഷങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ അടുത്തുള്ള രോഗികളായിട്ടുള്ള മക്കൾ തന്നെ എത്ര വർഷം കഴിഞ്ഞു, ആരന്വേഷിക്കാൻ? ഇപ്പം നമ്മുടെ കൂടെ 31 വർഷമായിട്ടുള്ളവരുണ്ട്. 31 വർഷം കൃത്യമായിട്ട് രേഖയുള്ളതാണ്. 31 വർഷം ഇവിടെ താമസിക്കണില്ല. ആരന്വേഷിക്കും? ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു സഹോദരി തൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി സന്തോഷമായിട്ട് ജീവിക്കുമെന്നൊക്കെ നമ്മൾ സാക്ഷിയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് തെറ്റി, അലമ്പായി, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അപ്പുറയാണ്, ഇപ്പുറയാണ്, ഇടി തുടങ്ങി, തൊഴിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ചികിത്സിക്കണമെങ്കിൽ ഒരു ദിവസം 1000 രൂപ വെച്ച് വേണമെന്നാണ് പറയുന്നത്. ചികിത്സിക്കുന്ന സ്ഥലത്ത് എനിക്ക് കൊടുക്കാൻ വകയില്ല, ഞാൻ ഒരു കൂലിപ്പണിക്കാരുത്തിയാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. അവർക്ക് അവരുടെ ഭർത്താവിനെ ചികിത്സിക്കാൻ 1000 രൂപ കൊടുത്ത് ചികിത്സിക്കാൻ സാമ്പത്തിക ശേഷിയില്ല. നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ലാഭേച്ഛ കൂടാതെ ആശുപത്രികൾ തുടങ്ങാൻ കൃപ തരണം. അപ്പോൾ പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? ഇവിടെ 15000 രൂപ മാസശമ്പളത്തിന് കൂലിപ്പണി ചെയ്യുന്ന സ്ത്രീക്ക് അവരുടെ ഭർത്താവിന് 1000 രൂപ ദിവസം കൊടുത്ത് ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. മനസ്സിലായോ? അപ്പോൾ പെട്ടെന്ന് വയലൻ്റായി കഴിഞ്ഞപ്പോൾ ആ രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറയുകയാണ് അത് കുറച്ചും കൂടി നിയമവശമൊക്കെ ഇതാക്കിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറുക. ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറുക. നേരിട്ട് നമുക്ക് അങ്ങനെ എടുക്കാനുള്ള ഇതില്ല. അപ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. എന്തിന്? ആടുകളെ മേയ്ക്കാനും അവരെ എന്താ പറയുന്നത്, അവർക്ക് മുറിവ് കെട്ടാനും ബലഹീനമായതിനെ ശക്തീകരിക്കാനൊക്കെ നമ്മളെ ഈ ദൈവസ്നേഹം നിർബന്ധിക്കുകയാണ്. നിങ്ങളങ്ങനെ ചിന്തിച്ചു നോക്കണം. നിങ്ങളെ എല്ലാ ദിവസവും ഇങ്ങനെ ദൈവസ്നേഹം നിർബന്ധിക്കുന്നുണ്ട്. യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം എങ്ങനെയാണ്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിന്? ദരിദ്രരോട് സുവിശേഷം അറിയുക. അപ്പോൾ ദരിദ്രരെ രക്ഷിക്കാൻ, ദരിദ്രനെ
നല്ല വർത്താനം പറഞ്ഞ് അവനെ കരകയറ്റി കൊണ്ടുവരാനുള്ള ആത്മാവിൻ്റെ ശക്തി ദൈവം ആരിലിട്ടു? യേശുവിലിട്ടു. ആ യേശുവിൻ്റെ ആത്മാവ് നമുക്ക് യേശു നൽകി ശിഷ്യന്മാരിലൂടെ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? എന്തുണ്ട്? ആത്മാവിൻ്റെ ശക്തി കൊണ്ട്. എന്തിന്? ദരിദ്രരെ സംരക്ഷിക്കാൻ. ഇപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മുടെ കൂട്ടായ്മകളൊക്കെ ഇങ്ങനെ തടിച്ചിരിക്കുന്നവയെ അറക്കുകയാണോ? തടിച്ചിരിക്കുന്ന അറക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലേ? അല്പം ഞാനിവിടെയൊക്കെ ഇങ്ങനെ പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ വന്ന ചില ബ്രദർമാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ചില അച്ഛന്മാർ ചോദിച്ചിട്ടുണ്ട്, ആർക്കാ ധ്യാനം? അവിടുത്തെ അന്തേവാസികൾക്കാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അച്ഛാ, പുറത്തുനിന്ന് വരുന്നവർക്ക്. അന്നാ ഞാൻ വരാം. അന്തേവാസികൾക്കാണെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവൂലല്ലോ. മനസ്സിലായോ? ഒരു ബ്രദർ ഒരിക്കൽ ഇവിടെ ധ്യാനത്തിനോ പ്രസംഗത്തിനോ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡിൽ ധ്യാനം കൂടാൻ പുറമേ നിന്ന് നിൽക്കുന്ന ആളുകൾ ഒഴിക്കുന്നു, ഇവിടുത്തെ മക്കളും ഒരു സൈഡിലിരിക്കണം. പുള്ളി എന്നെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ മക്കളെ ഒഴിവാക്കിയിട്ട് പുറത്തുനിന്ന് വന്നവർ ഇവിടുത്തെ സ്റ്റാഫും ഇരിക്കട്ടെ, ഞാൻ അവർക്ക് പ്രസംഗിക്കാം എന്ന് പറയുകയാണ്. ഞാൻ ആ പുള്ളി പറഞ്ഞതുപോലെ ഇനി ആ പുള്ളിക്ക് ടെൻഷൻ ആകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അതിനോട് തർക്കിക്കാനൊന്നും പോയില്ല. അപ്പോൾ പ്രസംഗം പോലും ബലവാന്മാർക്കാണ് കിട്ടുള്ളൂ, ബലഹീനർക്ക് കിട്ടില്ല. അപ്പോൾ ഒടിഞ്ഞു പോയതിനെ എന്തു ചെയ്യാം? വെച്ച് കെട്ടുന്നുണ്ടോ? ഒടിഞ്ഞു പോയതിന് വട്ടൊടിഞ്ഞു പോയല്ലോ. അപ്പോൾ മാനസിക രോഗം എന്നൊക്കെ പറഞ്ഞാൽ വട്ടൊടിഞ്ഞു പോയി. കൈകാലിനൊക്കെ വല്ല രോഗമാണെങ്കിൽ ചികിത്സിക്കാം അല്ലേ? മാനസിക രോഗത്തിന് എന്ത് ചികിത്സയുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറയുന്നതല്ലാതെ ഭൂരിപക്ഷ ആളുകൾക്കും രോഗം മാറുന്നുണ്ടോ? ചികിത്സയുണ്ട്. ഈ മെഡിക്കൽ കമ്പനിക്കാരും ഈ ഡോക്ടർമാരും ഇങ്ങനെ വൈദ്യശാസ്ത്രം പുരോഗമിച്ചു എന്നൊരു ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ മാനസിക രോഗം പൂർണ്ണമായി ആർക്കും വിട്ടുമാറുന്നില്ല. മാനസിക രോഗത്തിന് 20%, 30%, 40%, 60, 70, 80 ഇങ്ങനെയൊക്കെ ക്രമീകരിച്ച് വച്ചിരിക്കുകയാണ്. 40% താഴെയും തനിക്ക് രോഗമുണ്ടെന്നുള്ള സുബോധവും ഉള്ളവരെ മാത്രമേ ചികിത്സിച്ച് ഭേദമാകുള്ളൂ എന്നാണ്. അല്ലാത്തവർക്ക് രോഗം ഭേദമാകുന്നില്ല, മറിച്ച് അവർക്കൊരു ശമനം ഈ കഴിക്കുന്ന മെഡിസിൻ കൊണ്ട്, കഴിക്കുന്ന മരുന്ന് കൊണ്ട് ഒരു ശാന്തത ഉണ്ടാവുന്നുള്ളൂ. മനസ്സിലായോ? മാനസിക രോഗം പൂർണ്ണമായി ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് മാനസിക രോഗികൾക്ക് പ്രാർത്ഥിക്കേണ്ടതും അവരോട് സുവിശേഷം അറിയിക്കേണ്ടതും അവരെ ദൈവസ്നേഹത്തെ പ്രതി അവർക്ക് ദേവാലയത്തിൽ കൊണ്ടുവന്നൊക്കെ ഇരുത്തേണ്ടത്. കാരണം പല സ്ഥലങ്ങളിൽ എഴുതി വച്ചേക്കുന്നത് മാനസിക രോഗികളാണോ പ്രവേശനമില്ല, ധ്യാനകേന്ദ്രത്തിലൊക്കെ എഴുതി വെച്ചേക്കാണ്, അവിടെയൊന്നും പ്രവേശനമില്ല. കാരണം അവർക്കത് അറിയില്ല, അവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ട് എഴുതി വെച്ചേക്കാം. എന്തായാലും കൊഴുത്തതിനെയും മേധസ്സുള്ളതിനെ മാത്രമേ അറുക്കുന്നുള്ളൂ. കൊടുക്കുന്നവനും പ്രയോജനമുണ്ടാകണം, സ്വീകരിക്കുന്നവനും പ്രയോജനമുണ്ടാകണം. ഇപ്പം വചനം ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ തരുന്ന എനിക്ക് പ്രയോജനമുണ്ടാകണം. എനിക്ക് നിങ്ങളുടെ ഇന്ന് എന്താ പ്രയോജനം? നിങ്ങളുടെ സ്നേഹം, ബഹുമാനം, ദശാംശം അല്ലേ? എൻ്റെ ആവശ്യങ്ങൾ നിങ്ങളോട് പറയുന്നു, അതൊക്കെ നിങ്ങൾ നടത്തി തരുന്നു. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കെന്ത് പ്രയോജനം? നിങ്ങളുടെ രോഗം മാറുന്നു, ക്ഷീണം മാറുന്നു, ബിസിനസ് വിജയിക്കുന്നു, പിന്നെന്തൊക്കെ പല പല കാര്യങ്ങളാണ് അല്ലേ? വിദേശത്ത് പോകുന്നു, മക്കളെല്ലാം അഭിവൃദ്ധിപ്പെടുന്നു, പിള്ളേർക്ക് പഠിക്കാൻ മാർക്ക് കിട്ടുന്നു, എല്ലാം വന്ന് സാക്ഷ്യം പറയുന്നു അല്ലേ? അപ്പോൾ കൊഴുത്തതിനെയും മെഴുത്തതിനെയും അറുത്ത് ഭക്ഷിക്കുകയല്ലാതെ ബലഹീനമായതിനെയും രോഗബാധിതമായതിനെയും ചിതറിപ്പോയതിനെയും ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ചിതറിപ്പോയതിനെയും ബലഹീനമായതിനെയും രോഗബാധിതനെയൊക്കെ വച്ച് കെട്ടാനും ചികിത്സിക്കാനൊക്കെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കൂട്ടരുണ്ട്,
ക്രൂരതയോടും കാഠിന്യത്തോടും കൂടെ അവയെ ഭരിക്കുകയാവുന്നു. ക്രൂരതയോടും കാഠിന്യത്തോടും കൂടി അവരെ ഭരിക്കുകയാവുന്നു. ഇടയന്മാർക്കൊക്കെ സമൂഹത്തിലെ പാവപ്പെട്ടവരോട് പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ദേഷ്യം വരും. ആരോടാ ഏറ്റവും കൂടുതൽ നമ്മൾ ദേഷ്യപ്പെടുന്നതെന്നറിയാമോ? നമ്മളെ വഴക്ക് കേൾക്കാൻ തിരിച്ചിങ്ങോട്ടൊന്നും പറയില്ല എന്നുള്ള വിചാരമുള്ളവരെ മാത്രമേ നമ്മൾ ദേഷ്യപ്പെടാറുള്ളൂ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇങ്ങോട്ട് എന്തെങ്കിലും തിരിച്ച് മറുപടി പറയുമോ അല്ലെങ്കിൽ 10 രൂപയുടെ ഉപകാരമുള്ളവനെ ആരും വഴക്ക് പറയാറില്ല. ശരിക്കും വഴക്ക് പറയേണ്ട ആരെയാ? ഞാനിങ്ങനെ വിചാരിച്ചിട്ട് ഈ പള്ളിയിലൊക്കെ അച്ഛന്മാർ ശരിക്കും പള്ളിയിൽ നിങ്ങൾ എന്താ സമയത്ത് വരാത്തതെന്ന് ആരോടാ പറയേണ്ടത് ആരോടാ? ഏറ്റവും അവസാനം വന്ന പള്ളിയുടെ നെടുന്തൂണുകളൊക്കെ എന്നറിയപ്പെടുന്ന പള്ളിയെ സാമ്പത്തികമായി സഹായിക്കുന്നവരും പള്ളിയുടെ ആവശ്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ എന്താ പറയുന്നത്, മുഴുവൻ തുകകളും ഏൽക്കുന്ന ആളുകളോടൊക്കെയാണ് സത്യത്തിൽ എന്ത് പറയേണ്ടത്? നിങ്ങൾ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ വരണമെന്ന് പറയുന്നുണ്ട്. അതിന് കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ വരണമെന്ന് പറഞ്ഞാൽ ആരോടാ? യോഗത്തിന് വരണമെന്ന് ആരോടാ പറയണേ? വന്നിരിക്കുന്ന ആളോടാ പറയണേ, ഇന്നിവിടെ ആൾ കുറവാണ്, നിങ്ങൾ യോഗത്തിന് വരണം. അപ്പോൾ അങ്ങനെ പ്രിയമുള്ളവർ, എപ്പോഴും നമുക്ക് പറയാൻ എളുപ്പം ബലഹീനമായതിനോടാണ്. ബലവാന്മാരോട് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിത ചെലവിന് നഷ്ടമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ബലവാന്മാരോട് പറഞ്ഞിട്ട് ബലഹീനമായതിനെ വെച്ച് കാട്ടണം. ബലവാന്മാരോട് നമുക്ക് പറയാൻ കഴിയണം, ഇങ്ങനെ ഈ രീതിയിൽ പോയാൽ ശരിയാകില്ല. കാരണം അത് അങ്ങനെ ബലവാന്മാരോട് പറയാൻ കഴിയണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ദൈവം പറയുകയാണ് നിനക്ക് നിത്യജീവൻ വേണം. നിത്യജീവൻ എല്ലാവർക്കും വേണമല്ലോ അല്ലേ? നിത്യജീവൻ എല്ലാവർക്കും വേണമെന്നുള്ളത് കൊണ്ടാണ് ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരെയും പ്രാർത്ഥിച്ചാണ് മണ്ണിൽ അടക്കം ചെയ്യുന്നത്. നിത്യജീവൻ്റെ ഉറപ്പ് വരുത്തിയിട്ടാണ് അടക്കം ചെയ്യുന്നത്. കർത്താവ് വരും, മണ്ണിട്ട് മൂടുന്ന സമയത്ത് അവിടെ പാടുന്നതാണ്, കർത്താവ് വരും വാതിൽ തുറന്നു തരും. ഈ മണ്ണ് കർത്താവ് തന്നെ തുറക്കും. കർത്താവ് വരും വാതിൽ തുറന്നു തരും. അപ്പോൾ നിത്യജീവനെ ആണ് എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്നു യേശുക്രിസ്തുവിലൂടെ. പക്ഷേ മനുഷ്യൻ നിത്യജീവനെയല്ല ലക്ഷ്യം വെക്കുന്നത്, ഈ ജീവനെയാണ് ലക്ഷ്യം വെക്കുന്നത്, ഈ ജീവിതം. അതുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ ഈ കാണാതെ പോയതിനെയും ബലഹീനമായതിനെയൊക്കെ വെച്ച് കെട്ടാനും അന്വേഷിക്കാനൊക്കെ താല്പര്യപ്പെടാത്തത്. ഇവിടെ ജീവിക്കുമ്പോൾ ആരെക്കൊണ്ട് ഉപകാരം? പരസ്പര ഉപകാരം വരുന്ന ആരെ കൊണ്ടാണ്? ഒപ്പത്തിനൊപ്പം ഉള്ളവരെ കൊണ്ടും കുറച്ചും കൂടി മുകളിലുള്ളവരെ കൊണ്ടാണ്. പക്ഷേ ദൈവം പറയുന്നു നിത്യജീവൻ വേണോ? നിത്യജീവൻ വേണോ? ഉറപ്പായിട്ടും. അങ്ങനെയാണ് നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വായിക്കണം. ആർക്കാണ് നിത്യജീവൻ കിട്ടുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ 3 ഉപമയാണ് പറയുന്നത്. 3 ഉപമ. ഒന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, അതിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിന് 3 ഉപമ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഉപമ പറയുന്നത് ദീപഇഷ്ടികയിൽ എടുത്തുകൊണ്ട് മണവാളിൻ്റെയും മണവാട്ടി എതിരേൽപ്പിനായി പുറപ്പെട്ട 10 കന്യകമാരോട് സാമ്യമുള്ളതെന്ന്. നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന ഒരു ഉപമയതല്ലേ? 10 കന്യകമാരുടെ ഉപമ. അതിൽ മണവാളം വന്നപ്പോൾ 10 പേർക്കും അകത്ത് കയറാൻ പറ്റിയോ? ഇല്ല. 5 പേർക്കാണ് അകത്ത് കയറാൻ പറ്റിയത്. 5 പേരെന്തെടുക്കുമായിരുന്നു? 10 പേരും ഉറങ്ങി. പക്ഷെ 5 പേരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? എണ്ണയും വിളക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എതിരേൽക്കാനുള്ള ദീപം തെളിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. 5 പേരുടെ കയ്യിൽ എന്തുണ്ടായില്ല? വിളക്കുണ്ടായിരുന്നു, എണ്ണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ എണ്ണ വാങ്ങാൻ പോയി. അവരെ ബോഷികളെന്നാണ് വിളിക്കുന്നത്, മറ്റവരെ ബുദ്ധിമതികളെന്ന്. അപ്പോൾ കരുതിയിരിക്കണമെന്നുള്ള ഒരു സൂചനയാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ
കരുതണം. കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കണം. അല്ലാതെ ആ സമയത്ത് ചെന്ന് മേടിക്കാമെന്ന് വെച്ചാൽ കിട്ടൂല എന്ന് കർത്താവ് പറഞ്ഞു. മണ്ണിൻ്റെ അടിയിൽ ചെന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പ്രാണങ്ങ് വിട്ട് കഴിയുമ്പോൾ പോയി മേടിച്ചോളാന്ന് വെച്ചാൽ അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ജീവനങ്ങ് പോയി കഴിയുമ്പോൾ ഞാൻ പോയി മേടിച്ചോളാം, അത് സ്വർഗത്തിൽ പോകണമല്ലേ, അത് മരിക്കുമ്പോഴല്ലേ. ഇപ്പോൾ പണിയെടുക്കുക, ഇപ്പോൾ ജീവിക്കും അല്ലേ. അങ്ങനെ ചില ആളുകൾ പറയാറില്ലേ, നമുക്ക് പള്ളിയിൽ പോകണ്ടേ, പ്രാർത്ഥിക്കണ്ടേ, സുവിശേഷം കേൾക്കും. പിന്നെ അതൊക്കെ വേണമെന്ന്, അതൊക്കെ അതിനൊക്കെ ഒരു കാലമുണ്ട്. അതൊക്കെ ഒരു പ്രായമാകുമ്പോൾ അതൊക്കെ തന്നെ വരും. ഇപ്പോൾ അവനവനെ ഏൽപ്പിച്ചേക്കണ ഉത്തരവാദിത്വം അവരവരുടെ മക്കൾ, കുടുംബം, സമ്പത്ത്, സൗഭാഗ്യം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതിന് കഠിനാധ്വാനം ചെയ്യണം. ഞായറാഴ്ചയ്ക്ക് ഞായറാഴ്ച പണിയെടുക്കേണ്ടവരൊന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഞായറാഴ്ച നിങ്ങൾ എന്നോട് സർക്കാർ എനിക്ക് ഡ്യൂട്ടി ഇട്ടാൽ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? പിന്നെ എനിക്ക് കാസർഗോഡാണ് ജോലി, ശനിയാഴ്ച ഞാൻ അവധിക്ക് വന്നു, രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടതാണ്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. കുടുംബത്തെ, ഭാര്യ കാണണം, മക്കളെ കാണണം, കുടുംബത്ത് വന്നു, ശനിയാഴ്ച അവിടുന്ന് പോന്നു, ശനിയാഴ്ച വൈകുന്നേരം എത്തി. ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അതിവെളുപ്പിന് ഞാൻ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ എൻ്റെ സന്തോഷ അനുഭവങ്ങൾ പറയുന്നത് ഒരു ശനി ഞായറും അല്ല, ഒരു ശനി രാത്രിയും ഒരു ഞായർ പകലും ഇത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യും? ഞാൻ പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള വിശുദ്ധിയൊക്കെ കാത്ത് എന്നെ പള്ളിയിൽ വരും അല്ലേ. അതുകൊണ്ട് ഇവിടെ നടക്കട്ടെ, ഇവിടെ ജീവിക്കട്ടെ, ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. ഇതൊക്കെ നമുക്ക് ദൈവം തന്നതല്ലേന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചില ആളുകളുടെ ഇടയിലൊക്കെ എണ്ണയുണ്ട്, വിളക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല മനസ്സുണ്ട്, അവർ കുറേ ചാരിറ്റിയൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് കുർബാന അനുഭവമോ പള്ളിയിൽ പോക്കോ മറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ്. യേശുക്രിസ്തു ഏകരക്ഷകനാണെന്നുള്ള ആ ഒരു അനുഭവമില്ല, യേശുക്രിസ്തു ലോകരക്ഷകനാണെന്നുള്ള ഒരു അനുഭവമില്ല. അവർ പറയുന്ന അവരുടെ ജീവിതത്തിൽ അവർ മനസ്സാക്ഷി, നമ്മൾ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അവരുടെ മനസ്സാക്ഷി ക്ലിയർ ചെയ്ത് അവരിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവരെ നമുക്ക് സംബന്ധിച്ച് നമുക്ക് പറയാം വിളക്കുണ്ട്, എണ്ണ പിന്നെ അവരെപ്പോഴാണ് മേടിക്കാനിരിക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് പ്രായമായപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എണ്ണയും കൊണ്ട് പോകാം. ഈ സ്ത്രീകളും അങ്ങനെ കരുതി കാണാം, വരട്ടെന്ന് ഓടിച്ചെന്ന് മേടിക്കാലോ വരാറാകുമ്പോഴത്തേക്കും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ആൾ, നിങ്ങളെ മറ്റുമാതിരി കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ലോകാവസാനം വരുമെന്ന്, ഇപ്പം എല്ലാവരും മരിച്ചിപ്പോൾ തന്നെ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. ഇനി സമയമുണ്ടെന്ന്. അപ്പോൾ ഒന്നാമത്തെ ഉപമ അതാണ്, നീ ഒരുങ്ങിയിട്ടുണ്ട്, നിൻ്റെ കയ്യിൽ കർത്താവ് വരുമ്പോൾ ആ മണവാളിനെ സ്വീകരിക്കാനുള്ള എണ്ണയും വിളക്കുമുണ്ടോ? അപ്പോൾ ഒരുങ്ങിയിരിക്കണം. രണ്ടാമത്തെ ഉപമ എന്താ? രണ്ടാമത്തെ ഉപമ പ്രേക്ഷിതർക്കുള്ളതാണ്. വിദൂരദേശത്തേക്ക് യാത്ര ചെയ്ത ഒരു മനുഷ്യനെ പോലെയാവുന്നു സ്വർഗരാജ്യം. അവിടെ നിൻ്റെ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പാദ്യം അവരെ ഏൽപ്പിച്ചു. അയാൾ ഒരുവൻ 5 കക്കറായി, ഒരുവൻ 2, ഒരുവൻ 1 വീതം കൊടുത്തു. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു, ദൈവരാജ്യത്തിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചു. രണ്ടാമത്തെ ഉപമ, ഒന്ന് ദൈവരാജ്യത്തെ കാത്തിരിക്കണം, ഒരുങ്ങിയിരിക്കണം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ എല്ലാ വകകളോടും കൂടെ ഒരുങ്ങിയിരിക്കണം. രണ്ടാമത്തെ എന്താണ്? ദൈവരാജ്യത്തിനു വേണ്ടി വേല ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഉപമ യേശു പറയുന്നത്, ഒരു യജമാനൻ അല്ലെങ്കിൽ ഒരു രാജാവ് വിദൂരദേശത്തേക്ക് പോയപ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് കുറേ സമ്പാദ്യം ഏൽപ്പിച്ചു, ഇത് കൊണ്ടുപോയി വേല ചെയ്ത് കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? 2 പേര് വ്യാപാരം ചെയ്തു, കൂടുതൽ സമ്പാദിച്ച് തിരികെ വന്നപ്പോൾ യജമാനെ ഏൽപ്പിച്ചു. 2 പേര് തിരികെ വന്നു ഏൽപ്പിച്ചു, ഒരാളൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാത്ത
അയാളോട് കർത്താവ് പറയുന്നത്, കഠിനനും വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ആ മനുഷ്യൻ ഈ യജമാനനോട് പറയുമ്പോൾ, യജമാനൻ പറയുന്നത്, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തിടന്ന് കൊയ്യുന്നവനും വിതറാത്തിടന്ന് ശേഖരിക്കുന്നവനുമാണ് എന്ന് നീ അറിഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇവൻ ഭയപ്പെട്ടു പോയെന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ വരങ്ങളൊക്കെ മേടിച്ച് നമ്മളിതൊക്കെ ചെയ്തിട്ട് വേണ്ടവണ്ണമൊന്നും ചെയ്യാൻ പറ്റിയില്ല, വേണ്ടവണ്ണം ലാഭം കിട്ടിയില്ലെങ്കിൽ ദൈവം നമ്മളോട് വെറുതെ കോപിച്ച് നമ്മൾ വെറുതെ പ്രശ്നമാവും. അതുകൊണ്ട് ആ ഏൽപ്പിച്ച സംഭവം വരുമ്പോൾ തന്നെ അങ്ങോട്ട് തിരിച്ച് കൊടുത്തേക്കുക. ഒരു പണിക്കും നിൽക്കണ്ട. അല്ല, നമ്മളെ അങ്ങനെ ആളുകൾ ഉപദേശിക്കാമല്ല, കളിക്കണ്ട കേട്ടോ, ഒരുപാട് ഇത് ദൈവികമായ കാര്യമാണ്, ഒരുപാട് കളിക്കൊന്നും നിൽക്കരുത്. ഇത് ഞങ്ങളെയൊക്കെ കണ്ടുപിടിക്കുക, അത്യാവശ്യം പള്ളിയിൽ പോകും വരും. ഇതങ്ങനെ എല്ലാവരോടൊന്നും വേണമെങ്കിൽ ഒരു ആക്ഷേപവാക്കുകൂടി പറയും. കണ്ട കാളികൂളികളോടൊന്നും ഇതെടുത്തൊന്നും കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കണ്ട അണ്ടനോടകോടനോടൊന്നും എടുക്കാനുള്ള കാര്യമല്ല അത്. വേദപുസ്തകം എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ അതിനൊക്കെ നിയോഗിക്കപ്പെട്ട വലിയ വലിയ ആളുകളുണ്ട്. വെറുതെ പണി മേടിച്ചു വെക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉപദേശിക്കുന്ന ആളുകളുണ്ട്. ഈ മനുഷ്യൻ സ്വയം തീരുമാനിച്ചു, നീ കഠിന മനുഷ്യനും നീ ശിക്ഷിക്കുന്നവനുമാകയാൽ ഞാനിതൊക്കെ പാകത്തിനൊക്കെ ചെയ്ത് എനിക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ വെറുതെ എന്തിനാ അടി വാങ്ങണമെന്നുള്ള ചിന്തയിൽ അവനത് ഒളിച്ചു വെച്ചു. അപ്പോൾ രണ്ടാമത്തെ ചിന്ത, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. ഒന്ന്, ദൈവരാജ്യത്തെ അതിൻ്റെ എല്ലാ സ്നേഹ നിയമങ്ങളോടുകൂടെ ഒരുങ്ങിയിരിക്കണം ദൈവരാജ്യത്തെ സ്വീകരിക്കാനായിട്ട്. രണ്ട്, ദൈവരാജ്യത്തിൽ വേല ചെയ്യണം. മൂന്നാമത്തെ ചിന്തയാണ് ഈ 34 മുതൽ അല്ലെങ്കിൽ 31 മുതൽ വാക്യങ്ങൾ പറയുന്നത്. മനുഷ്യപുത്രൻ്റെ സകല വിശുദ്ധ മാലാഖമാരുമായി തൻ്റെ മഹത്വത്തിൽ വന്ന് മഹത്വ സിംഹാസനത്തിലിരിക്കും. സർവ്വജാതികളും അവൻ്റെ മുമ്പാകെ ആനയിക്കപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും. അപ്പോൾ രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അനുഭവമാക്കിക്കൊള്ളുവിൻ. ഇനി 35-ാമത്തെ വാക്യം. 34 പറഞ്ഞത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അനുഭവമാക്കി കൊള്ളുവിൻ. നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം അനുഭവമാക്കിക്കൊള്ളുക. എന്നിട്ട് പറയുന്നത് എന്താ? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു എന്ന് പറയും. അപ്പോൾ ആ നീതിമാന്മാർ അവനോട്, ഞങ്ങളുടെ കർത്താവേ, എപ്പോഴാണ് ഞങ്ങൾ അങ്ങയെ വിശന്നിരിക്കുന്നവനായി കണ്ടിട്ട് ഭക്ഷണം തരികയോ ദാഹിച്ചിരിക്കുന്നവനായി കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തത്? ഞങ്ങൾ അങ്ങയെ പരദേശി എന്ന നിലയിൽ കണ്ടിട്ട് സ്വീകരിക്കുകയോ നഗ്നനായി കണ്ടിട്ട് വസ്ത്രം ധരിപ്പിക്കുകയോ ചെയ്തത് എപ്പോൾ? ഞങ്ങൾ അങ്ങയെ രോഗിയായോ കാരാഗൃഹത്തിലോ കണ്ട് അങ്ങയുടെ അടുത്ത് വന്നതും എപ്പോൾ എന്ന് പറയും. രാജാവ് അവരോട്, ചെറിയവരായ എൻ്റെ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം എനിക്കാണ് ചെയ്തത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. വിശക്കുന്നവൻ, ദാഹിക്കുന്നവൻ, നഗ്നൻ, പരദേശി ഇങ്ങനെയൊക്കെ ആയി രാജാവേ, യേശുവേ, അങ്ങയെ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടു? യേശു പറയാണ്, എൻ്റെ ഏറ്റവും എളിയ സഹോദരനിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ദൈവരാജ്യം. പക്ഷെ എല്ലാവരും പോകൂല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ
ബാലാം പ്രവാചകൻ ഭക്തൻ്റെ മരണം ആഗ്രഹിച്ചു, പക്ഷേ കിട്ടിയില്ല. കാരണം എന്താണ്? നല്ല മനസ്സായിട്ടിരിക്കുന്നതല്ല ഭക്തൻ എന്ന് പറയുന്നത്. ദൈവം പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മളോട് അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് അത് ജീവിക്കുന്നതാണ് ഭക്തൻ. ചില ആളുകൾ പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഭക്തന്. എന്താണ് നല്ല കാര്യം? നല്ല കാര്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞതനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ വലതുവശത്ത് നിൽക്കാൻ യോഗ്യത കിട്ടണമെങ്കിൽ വിശക്കുന്നവൻ എന്ത് കൊടുക്കണം? ആഹാരം കൊടുക്കണം. നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കണം. സാധു പരദേശികളെ സ്വീകരിക്കണം, അല്ലേ? ഇനി 41 വാക്യം പറയുന്നു, അവൻ തൻ്റെ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നരകം ഒരുക്കിയിരിക്കുന്ന ആർക്കാ? പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും. അപ്പോൾ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് മാമോദീസ മുങ്ങിയ ദൈവമക്കൾ പോകാൻ സാധ്യതയുണ്ടോ? ഇല്ല, പോകാൻ പാടില്ല. അല്ലേ? സ്ലീവ വരച്ചത് അങ്ങനെയല്ലേ? യാക്കോബായക്കാർ സ്ലീവ നെറ്റിയിട്ട് കുരിശ് വരക്കണമെങ്കിൽ നെറ്റി, നെഞ്ച്, ഇടതുവശം, വലതുവശം, അങ്ങനെയല്ലേ? തെറ്റിപ്പോയിട്ടില്ല ഞാൻ പറഞ്ഞത്. നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്ക്, പിന്നെ ഇടത്തുവശത്തേക്ക്, പിന്നെ വലത്തുവശത്തേക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പിതാവായ ദൈവം തൻ്റെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു. നെറ്റി സ്വർഗത്തെ സൂചിപ്പിക്കുന്നു, നെഞ്ച് ഭൂമിയെ സൂചിപ്പിക്കുന്നു, ഇടതുവശം സാത്താൻ്റെ അടിമത്തത്തെ സൂചിപ്പിക്കുന്നു, വലതുവശം ദൈവരാജ്യത്തിൻ്റെ അവകാശത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇടത്തേതായിരുന്നു നമ്മളെ വലത്തേതാക്കി. അപ്പോൾ നമ്മളിപ്പോൾ ന്യായവിധിക്ക് ഇടത്ത് നിൽക്കുമോ വലത്ത് നിൽക്കുമോ? ഇപ്പം നമ്മുടെ പള്ളിയുടെ ഒരു രീതിയല്ല, കിഴക്ക് പടിഞ്ഞാറ് നമ്മുടെ പള്ളിയെല്ലാം. അപ്പോൾ നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് പള്ളി പണിതിട്ട് വൈദികൻ മുമ്പോട്ട്, ജനം വൈദികൻ്റെ പുറകെ, വൈദികൻ ത്രോണോസിലേക്ക് നോക്കി വിശുദ്ധ ബലി അർപ്പിച്ച് ജനത്തിൻ്റെയും ദൈവത്തിൻ്റെ ഇടയ്ക്ക് മധ്യസ്ഥനായിട്ട് വൈദികൻ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. ജനമെല്ലാം വൈദികൻ്റെ പുറകെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ജനം ഈ വേദപുസ്തകം അനുസരിച്ച് വിശ്വസിച്ച് ജീവിച്ചാൽ അവരാരായി മാറുകയാണ്? വിശുദ്ധന്മാരാകുകയാണ്. അപ്പോൾ നമ്മുടെ പള്ളിയുടെ ഘടനയനുസരിച്ച് നമ്മൾ കിഴക്കോട്ട് പോകുന്നു, ദൈവം കിഴക്ക് നിന്ന് വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്ന് ചിന്തിച്ചാൽ, അങ്ങനെയൊന്ന് സങ്കല്പിച്ചാൽ, നമ്മുടെ മാമോദീസ തൊട്ടിയപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഏത് ഭാഗത്തായിട്ട് വരും? ഇടത്തുവശത്താവും. ഇടത്തുവശത്ത്, അല്ലേ? ഇടത്തുവശത്തായിട്ട് മാമോദീസ തൊട്ടി വരും. അപ്പോൾ മാമോദീസ തൊട്ടിയിൽ മാമോദീസ മുങ്ങിയ കുഞ്ഞ് മദ്ബഹായിലേക്ക് അവനെ പ്രവേശിപ്പിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചു. ഇപ്പം എല്ലാ കുഞ്ഞുങ്ങളെയും മദ്ബഹായിൽ കയറ്റാമെന്നാണ് നിയമം. പണ്ട് ആൺകുട്ടികളെ മാത്രമേ കയറ്റുള്ളായിരുന്നു. ഇപ്പോൾ പെൺകുട്ടികളെ കയറ്റാമെന്നുള്ള നിയമമൊക്കെ വന്നു. അപ്പോൾ മദ്ബഹായിലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചു. പിന്നെ അവർ ഭൂമിയിലേക്ക് താഴ്ത്തിറക്കി കൊണ്ടുവന്നല്ലോ, ത്രോണോസയിലൊക്കെ ചുംബിച്ച് കൊണ്ടുവന്ന് താഴെ വച്ചു. അപ്പോൾ നമ്മുടെ ഒരു വിശുദ്ധന്മാരുടെ സങ്കല്പത്തിൽ വരുമ്പോൾ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെയൊക്കെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൻ്റെ ഘടനയനുസരിച്ച് ഏത് വശത്താണ് വെക്കുന്നത്? കിഴക്ക് പടിഞ്ഞാറായിട്ട് കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ വലതുവശത്ത്, അല്ലേ? അപ്പോൾ കുരിശ് വരയ്ക്കണത് കറക്റ്റായില്ലേ? സ്ലീവ വരച്ചത്. സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇടത്തുവശത്ത് നമ്മളെ മാമോദിസ മുക്കി, വലത്തുവശത്ത് നമ്മളെ ഇരുത്തി, അല്ലേ? എത്ര ആഴമേറിയ ഒരു ചിന്തയാന്ന് നോക്കി. എത്ര ആഴമേറിയ മാമോദിസ തൊട്ടിക്ക് സഭയുടെ ഗർഭപാത്രം എന്നാണ് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്നത് പോലെ മാമോദിസ തൊട്ടി ഒരു കുഞ്ഞിനെ സഭയ്ക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പറയുള്ളവരെ, വലത്തുവശത്ത് ഇരിക്കാനുള്ള യോഗ്യത എന്താണ്? വിശക്കുന്നവൻ ആഹാരം കൊടുക്കുക, നഗ്നനെ ഒടിപ്പിക്കുക, സാധു പരദേശികളെ സ്വീകരിക്കുക, ഇതൊക്കെയാണ്. ഇനി ഇടതുവശത്തുള്ളവരോ, അവൻ തൻ്റെ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എന്തെന്നാൽ
ഞാൻ വിശന്നിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ വസ്ത്രം ധരിപ്പിച്ചില്ല. ഞാൻ രോഗിയും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചില്ല എന്ന് പറയും. അപ്പോൾ അവർ ഉത്തരമായി, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങയെ വിശന്നിരിക്കുന്നവനോ ദാഹിച്ചിരിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹവാസിയോ ആയി കണ്ടിട്ട് ശുശ്രൂഷിക്കാതിരുന്നത് എന്ന് പറയും. അപ്പോൾ അവരോട്, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നിട്ടുള്ളതെല്ലാം എനിക്കാണ് ചെയ്യാതിരുന്നത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറയും. അവർ നിത്യപീഡയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. ഹല്ലേലൂയ. അപ്പം നീ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സമൂഹത്തിലെ ഏറ്റവും എളിയ ആളുകളെയും കൂടി ശ്രദ്ധിക്കണം, ചേർത്ത് നിർത്തണം. ഒരിക്കലൊരു സഭയിലെ ഒരു ബിഷപ്പ് മദ്ബഹാലിൽ ശുശ്രൂഷിക്കുന്നവർക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു ഡോക്ടറും ഒരു നേഴ്സും കൂടി ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എത്രമാത്രം ഏകാഗ്രത അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ, ഡോക്ടർ ആഗ്രഹിക്കുന്ന മെഷീൻ എന്താണോ അത്, ബ്ലേഡാണെങ്കിൽ ബ്ലേഡ്, കത്തിയാണെങ്കിൽ കത്തി, നൂലാണെങ്കിൽ നൂല്, അപ്പം തന്നെ നേഴ്സ് അത് കൊടുത്തുകൊണ്ട് ഇരുന്നു എന്ന് പറഞ്ഞാൽ, ഡോക്ടർ രോഗിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഡോക്ടർ ചെയ്യുന്ന പ്രവൃത്തിയിൽ തുല്യ പങ്കാളിത്തം. അപ്പോൾ അത് ശരീരത്തെ കീറി മുറിക്കുന്ന ഭാഗമാണ്, ജീവനാണ് അതിൻ്റെ ഉള്ളിൽ എന്ന് ഈ ബിഷപ്പ് പറയാണ്. അതിൻ്റെ ഉള്ളിൽ അശ്രദ്ധ വന്നാൽ ജീവൻ അപകടമാണ്. അത് 8 മണിക്കൂർ നിൽക്കേണ്ടതായിരിക്കാം, ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ ആയിരിക്കും, 1 മണിക്കൂർ, അരമണിക്കൂർ, ആ സമയം മുഴുവൻ അവരെ ഏകാഗ്രതയിൽ നിൽക്കണം. ബിഷപ്പ് പറയാണ്, എന്താണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്? ഇവരുടെ കയ്യിലെന്തായിരിക്കണേ? ജീവൻ. അപ്പോൾ മറ്റു ബിഷപ്പ് പറയാണ്, ശുശ്രൂഷക്കാരനോട് പറഞ്ഞു, ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ ശരീരം കീറിമുറിക്കുന്ന സ്ഥലമാണ്, സമയമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ആ കുർബാനയിൽ എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത്, എന്താണോ അവിടെ വൈദികം ചെയ്യേണ്ടതെന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം നിൽക്കേണ്ട ഒരു നേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ് ആർക്ക്? കപ്പ്യാരനെന്ന്, അല്ലേ? അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കുർബാനയിൽ എത്രമാത്രം ഏകാഗ്രത ഒരു വ്യക്തിക്ക് വരുന്നോ അത്രമാത്രം ഏകാഗ്രത ഈ യാചകൻ്റെ കാര്യത്തിലും വേണ്ടി വരികയാണ്. കാരണം എന്താണ്? ഇവിടെ നീ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയെന്നോ, എല്ലാ ദിവസവും പള്ളിയിൽ പോയെന്നോ, എല്ലാ കുർബാനയും അനുഭവിച്ചോന്നല്ല ചോദ്യം. ഇവിടെ ചോദ്യം എസെക്കിയേൽ 34 വായിച്ചോ, നിങ്ങൾ ആടിനെ മേയിച്ചോ? നിങ്ങൾ ബലഹീനമായതിനെ ശക്തിപ്പെടുത്തിയോ? ഒടിഞ്ഞു പോയതിനെ വെച്ച് കെട്ടിയോ? മുറിവേറ്റതിനെയൊക്കെ കഴുകി വച്ച് കെട്ടിയോ എന്നാണ് ചോദ്യം. അപ്പോൾ ന്യായവിധിക്ക് പോലും ഇതാണ് ചോദ്യമെങ്കിൽ, പ്രിയമുള്ളവരെ, എങ്ങനെയിരിക്കും നമ്മുടെ കാര്യം? തമാശ കളിച്ച് പോകാൻ പറ്റുമോ? കൊടുത്തതിനെ മാത്രം അർത്ഥം കൊണ്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ, എന്തിനാണ് ഇപ്പോൾ ഈ ദരിദ്രരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇതിന് മാത്രമൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുള്ള ദാനാർമ്മം ചെയ്താൽ പോരെ? അവരെ അങ്ങനെ ആക്കി വെച്ചേക്കണതല്ലേ? അല്ല, ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ചില ആൾ പറഞ്ഞു, ഓ ദൈവമേ, ഓ പരമപരിശുദ്ധനെ, ഈ മക്കളെ കാണുമ്പോഴാണല്ലോ, ഇവിടെയൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഇവരെയൊക്കെ കാണുമ്പോഴാണല്ലോ ഞങ്ങളെയൊക്കെ എത്ര ശ്രേഷ്ഠമായി അലങ്കരിച്ചിരിക്കുന്നു, എത്ര ശ്രേഷ്ഠമായി ഞങ്ങൾക്ക് ബുദ്ധി തന്നിരിക്കുന്നു, ബോധം തന്നിരിക്കുന്നു. അപ്പോഴാണ് ദൈവത്തോട് കൂടുതൽ നന്ദി പറയാൻ. വാക്കുകൾ ഇങ്ങനെ ഇങ്ങനെ ഈ വൈബ്രേറ്റൊക്കെ ഇത് കൊടുത്തുകൊണ്ട് സ്തുതിക്കും ഇവരെ കണ്ടിട്ട്. കാരണം ഇവരെല്ലാം മാനസിക പ്രശ്നമുള്ളവർ, ഞങ്ങളോ നല്ല ബോധം ഉള്ളവർ. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും,
നിന്നെ അങ്ങനെയൊന്നും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടായില്ല, നിൻ്റെ സൃഷ്ടി അതൊക്കെ നീ ഉണ്ടാക്കിയെടുത്ത, നീ വേദപുസ്തകം വേണ്ടവണ്ണം മനസ്സിലാക്കാഞ്ഞതുകൊണ്ട് നിൻ്റെ സൃഷ്ടി വന്നത് കാര്യമാണ്. വെറുതെ എന്തിനാ പാവങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തി എന്നൊക്കെ ചോദിക്കും. മനസ്സിലായോ? അതുകൊണ്ട് സൃഷ്ടിയെല്ലാം ഒരേപോലെയാണ്. അവിടെ സൃഷ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യേശുക്രിസ്തുവും തൻ്റെ സൃഷ്ടികളോട് പെരുമാറിയതുപോലെ തന്നെ നമ്മളും പെരുമാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും നല്ലവനുമായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരമായി ഞങ്ങളോട് നീ കൽപ്പിച്ച ഓരോ കാര്യങ്ങളും നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ലോകമെങ്ങുമുള്ള എല്ലാ ദരിദ്രരെയും പക്ഷം ചേരുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ, തോബിതിൻ്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെ ഒറ്റ അനാഥനിൽ നിൻ്റെ മുഖം തിരിച്ചു കളയരുത് എന്ന് അപ്പൻ മകനെ ഉപദേശിച്ചതുപോലെ ഞങ്ങളുടെ തലമുറകളിലേക്ക് വെളിച്ചം വീശുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളോ കുറ്റങ്ങളെല്ലാം പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ ഘട്ടത്തിൽ തിരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ.